ഞാൻ ഗൂഗിൾ മാധവ്, മാടായിക്കുന്നെന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ ഞാൻ മദ്രാസിൽ നിന്നും വരിക. എന്നെ എപ്പോഴും ജീവിപ്പിക്കുന്ന, എന്റെ ഹൃദയത്തെ നിലക്കാതെ തുടിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളെ കാണാൻ. ജാനകി, എന്റെ അമ്മ. നമ്മൾ തമ്മിലുള്ള ആ ബന്ധം ആരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു. ആഹാ, അമ്മ ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് കോളേജിൽ പരീക്ഷയാണ് ചേച്ചി. അപ്പൊ ഇന്നത്തെ പണി പെട്ടെന്ന് തീർക്കാനുണ്ട്. വരട്ടെ. ഓ ശരി ശരി. ഗോപാലേട്ടാ, 2 വട പോരട്ടെ? ആഹാ, വടക്കൊതിച്ചെത്തിയോ? എന്താ ഗോപാലേട്ടാ, ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയ്ക്ക് സ്ഥിരം വരുമാനം കൂട്ടി തരുന്ന ഒരാളല്ലേ. ശരി, എന്റെ വായടി. 3 വടയുണ്ട്. ഇതാണ് നമ്മുടെ ഗോപാലേട്ടൻ. പൂവ് ചോദിച്ചാ പൂക്കാലും തരും. ഉള്ള വട കൂടി ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് കുട്ടി. അശ്യോ, കൗസെടുത്തേ കൗസെടുത്തേ. എന്തുവാ കുഞ്ഞെ, അമ്മയാണോ ഇങ്ങനെ വിളിക്കണേ? എന്റെ മുത്തശ്ശി, സ്നേഹം കൂടുമ്പോ വിളിക്കണതല്ലേ ഇതൊക്കെ. കൗസെടുത്തിക്കും അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുരുത്തം കിട്ടവൻ, നിന്നെ എനിക്ക് ആര് തലയിൽ കെട്ടി വെക്കോ എന്തോ. അതോർത്ത് മുത്തശ്ശി പേടിക്കണ്ട. എനിക്ക് നേർച്ചയാൽ എനിക്കിതാൻ കള്ള വണ്ടി എടുത്തിട്ടാണെങ്കിലും വരും. ഈ കുട്ടിയുടെ ഒരു കാര്യം. ആഹാ, മുത്തശ്ശൻ കൊച്ചുമോളും വർത്താനം പറയാം. നീ അമ്മ, നിനക്കിത് പരീക്ഷയുള്ളതല്ലേ, പല ചിന്തയുണ്ടോ നോക്ക്. ആ, കൗസരത്തി സ്ഥിര ജപം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമായോ? അയ്യോ, തമ്പ്രാട്ടിക്ക് ചൂടുവെള്ളം മാത്രല്ല, ചെറുപയർപ്പൊടിയും മഞ്ഞളും പിന്നെ ആയുർവേദ ചൂർണങ്ങൾ അടങ്ങിയ എണ്ണയാക്കി വെച്ചിട്ടുണ്ട്. ഓ, നല്ല അടി മേടിക്കാം എന്റെ അടുത്തുനിന്ന്. കൊളുത്തി പോയി കുളിക്കടി. കൗസരത്തി, അവൾക്ക് ചൂടുവെള്ളത്തിൽ നീരാടിയാലേ ഒക്കത്തുള്ളൂ. നന്ദേട്ടാ വേണ്ട കേട്ടോ, നിങ്ങൾക്ക് പറയുമ്പോ എല്ലാം കിട്ടണതല്ലേ. നിർത്തി രണ്ടും, ഇപ്പൊ തുടങ്ങും. അന്നെന്താ, നീ നിന്റെ പണി നോക്ക്. അമ്മു, മോളിന്ന് കൊളുത്തപ്പോ നാളെ നമുക്ക് ചൂടുവെള്ളം വെക്കാം. കൗസരത്തി നിർബന്ധം പറഞ്ഞത് കൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശരി. കൗസരത്തി, ആ, നന്ദേട്ടനോട് കൊണ്ട് വിടാൻ പറ കൗസു. ഇത് പരീക്ഷ ആയതുകൊണ്ട് ബസ്സിൽ പോകാൻ തോന്നണില്ല. അമ്മു, അച്ഛൻ വിളിക്കുന്നുണ്ട്. വാ. എന്താ ചെയ്യട്ടാ? ആരോ വന്നിട്ടുണ്ടല്ലോ. കണ്ടിട്ട് കണ്ണന്റെ ബൈക്ക് പോലെ ഉണ്ടല്ലോ. ഇവിടെ ആരുമില്ലേ? ആരിത്? കണ്ണനോ? അമ്മാവനും അമ്മായി ഉണ്ടായിരുന്നു. പിന്നല്ലാതെ. വാ വാ. അയ്യോ, 4 കൊല്ലത്തോളം ആയില്ലേ നീ മദ്രാശിക്ക് പോയിട്ട്? നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതവിടുത്തെ ഭക്ഷണം അങ്ങനെ എന്തോ എന്റെ ദേഹത്ത് പിടിക്കാറില്ല. ഇപ്പൊ എന്താ നാട്ടിലൊക്കെ? നീ ഇപ്പൊ എന്താ ചെയ്യണേ? ഞാനിപ്പോ PhD എടുക്കുക. പക്ഷെ പഠിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പഠിപ്പിക്കാന്ന് വെച്ചു. ഏത് കോളേജിലാ? ഇവിടെ ശ്രീനാരായണൻ. അമ്മോ, അമ്മ ഇപ്പൊ ഇവിടെ പഠിക്കണേ. 3rd ഇയറിലാ. പറഞ്ഞവരെ കൗസു അവിടെ ഇറങ്ങിയില്ലല്ലോ. ശരിയാണല്ലോ. അമ്മു, അമ്മു. കൗസ, നന്ദേട്ടനെ കാണുന്നില്ല. ഒന്ന് ഏട്ടനോട് കൊണ്ടുവിടാൻ പറ. അല്ല, കണ്ണേട്ടനോ? ആ, അമ്മു എപ്പാ നാട്ടില് വന്നേ? ഇന്നലെ രാത്രി എത്തിയേ ഉള്ളൂ. നീ കോളേജിലേക്ക് പോവല്ലേ? ഞാനിപ്പോ അങ്ങോട്ടേക്കാ. നീ വരുന്നോ? അത് അങ്ങനെയാണ് ചെല്ലുമോളെ. നന്ദനെ ഇവിടെ കാണുന്നില്ലല്ലോ. പരീക്ഷയ്ക്ക് സമയത്തെത്തേണ്ടതല്ലേ. ഇനി വൈകിക്കണ്ട. ശരി അച്ഛ. കസേരത്തെ പോട്ടെ. വരട്ടെ അമ്മാവ. സൂക്ഷിച്ചു പൊക്കോ മോനെ. താങ്ക് യു കണ്ണേട്ടാ. ഓൾ ദ ബെസ്റ്റ്. യമോനെ, അല്ലടി, നന്ദേട്ടൻ വന്നില്ലേ? ഇതാരാ പടക്കളത്തിൽ പുതിയൊരു പടം?
അത് കണ്ണേട്ടൻ. നന്ദേട്ടനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പഴാ കണ്ണേട്ടൻ വരണേ. കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ പോന്നു. ഏത് നിന്റെ പൊടി അങ്ങനെയൊന്നുമില്ല. കണ്ടാലും പറയും അതിന്റെ വായയുടെ നടക്കുന്ന പെണ്ണ. എന്താ ഇപ്പൊ നാക്കില്ലേ? അല്ലേ മുറിച്ചക്കം കട്ടുണ്ടോ? യമുനെ വേണ്ടാട്ടോ, നമുക്ക് പോവാ. ഇപ്പൊ പരീക്ഷ തുടങ്ങും. ആഹാ, കണ്ണേട്ടൻ ഇതുവരെ പോയില്ലേ? ഇല്ല, ഇപ്പോഴാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അമ്മന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ആ കഴിഞ്ഞു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കേറ്, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ആ ആഹാ, മോൻ തന്നെ അവരെ കൊണ്ട് കിട്ടും. അതമ്മാവാ, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഇവളുടെ പരീക്ഷ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇവളെയും കൂടി ഒന്ന് കൂട്ടാന്ന് വെച്ചു. താങ്ക് യു കണ്ണേട്ടാ. ആ ശരി, വരട്ടെ അമ്മാവാ, നാളെ മര്യാദയ്ക്ക് വരാം. എനിക്കൊരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും, നിന്നെ എന്ത് ഞാൻ വിളിക്കും. തെറി മാത്രം വിളിക്കാണ്ടിരുന്നാ മതി. കൗസടുത്തി ചിണങ്ങണ്ട. രാവിലെ നാണിച്ച് കളം വരക്കണത് ഞാൻ കണ്ടു. അല്ലേ വായ മൂടാത്ത പെണ്ണ ബബ്ബെ അടിച്ചിരിക്കുകയായിരുന്നു. ബൈക്കിൽ കയറിയപ്പോ 100 വാട്ട് ബൾബ് കത്തി ചിരി. കൗസടുത്തി വേണ്ടട്ടോ. ആ കാലിങ്ങനെ കാണിച്ച് വരക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. പോ കൗസ്. നമുക്ക് അമ്മയച്ഛനും കളിക്കാം. ഞാൻ മണ്ണപ്പം ചുടാൻ പോവാ, എനിക്കിഷ്ടല്ല. ഞാനും കണ്ണീട്ടും അച്ഛനും അമ്മയും ആവും. വേണ്ട, എനിക്ക് അമ്മൂന്റെ കൂടെ അച്ഛനായാ മതി. ആ മോനെ കണ്ണ, കോളേജ് ഫുൾ റിസൾട്ട്സ് വന്നില്ലേ? അമ്മാവാ, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ഓ ആണോ, കൺഗ്രാചുലേഷൻസ്. ഇവിടെ അമ്മൂന് ഫുൾ A+ കിട്ടി +2. അറിഞ്ഞു. അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും മധുരം തരാൻ പറഞ്ഞു. ആ ഉള്ളിൽ പോയി കൊടുത്തോളൂ. അല്ല, അമ്മായി ഇല്ലേ? ഇല്ല, അവളവരുടെ അമ്മയെ 2 ദിവസത്തേക്ക് കാണാൻ പോയിരിക്കാം. നാളെ വരത്തുള്ളൂ. ഓ, അപ്പൊ അമ്മു? അവിടെ ഉള്ളിലുണ്ടാവും. അമ്മു കണ്ണേട്ടനോ? എന്താ ഇവിടെ? അത് അത് കൺഗ്രാറ്റുലേഷൻസ്, ഫുൾ A+ കിട്ടിയില്ലേ? അത് പറയാനാണോ? താങ്ക് യു. അല്ല, അപ്പൊ ഈ മധുരങ്ങളൊക്കെ? ഞാൻ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, അപ്പോ ലഡു തരാൻ. കൺഗ്രാറ്റുലേഷൻസ് കണ്ണേട്ടാ. താങ്ക് യു. ഞങ്ങൾ പോട്ടെ. കണ്ണേട്ടൻ ഇനി ഇങ്ങോട്ടേക്ക് വരോ? പുറത്തേക്ക് പോവല്ലേ? വരണോ? എന്നാ വരാം. കാത്തിരിക്കാണെന്ന് മനസ്സിലാക്കിക്കോ. വരട്ടെ അമ്മ. അമ്മേ, ദേ ഇവൾക്ക് വട്ടായി. എന്താടാ അമ്മ ഇവിടെ എന്നെ എടാന്ന് വിളിക്കുന്നു. അടുത്തത് തുടങ്ങിയിട്ടുണ്ട്. ഈ ചട്ടകൾ വെച്ച് ചന്തിക്ക് വെക്കുന്നുണ്ടില്ലേ? ഞാനല്ല കൗസു, ഈ ഏട്ടനാ. അമ്മ ഇവിടെ ഒറ്റയ്ക്ക് മേലെ നോക്കി ഒന്നും ഇല്ലാതെ ചിരിക്കുന്നു. നമുക്ക് വല്ല ജോത്സ്യനെയും കാണിച്ചാൽ? അത് ജോസിനെ കാണിച്ചാലൊന്നും മാറാൻ പോണില്ല. നിന്റെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയാൽ അത് നിക്കും. എന്താ? കൗസു രണ്ടും വന്നേ ഊണ് കഴിക്കാറേ. കണ്ണാ, എന്ത് പറ്റി? ഒന്നുമില്ല അമ്മ. അമ്മയോട് കള്ളം പറയാറായോ നീ? എന്തേ എന്റെ ഒരുമോളെ കണ്ടോ? എടാ കള്ളക്കണ്ണാ, എന്റെ അമ്മക്കുട്ടിയെ നീ നോക്കി വെച്ചു ഇല്ലേ? ആദ്യം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ, പിന്നെ പതിയെ പതിയെ. ആഹോ, എനിക്കറിയില്ല. അമ്മാവനോട് സംസാരിക്കണം. വേണ്ട അമ്മ, ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. ആൾക്ക് ആലോചനകൾ വല്ലതും വരണ്ടേ നോക്കാം. നമുക്ക് നാളെ അവിടെ പോവാനുള്ളതല്ലേ? ആ ഓൻ വാ, അമ്മ ഊണാക്കി വെച്ചിട്ടുണ്ട്. ശ്രീധരോ, നാത്തൂനെ. ആഹാ, നിങ്ങൾ എത്തിയോ? എന്താ വൈകിയത്? ഒന്നും പറയണ്ട, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരാൻ ഇത്തിരി സമയമെടുത്തു. യാത്രയൊക്കെ സുഖായിരുന്നോ കലേച്ചി? എന്താടാ, 10 കിലോമീറ്റർ ഇപ്പറേ, അത് ഇവന്റെ പിറകിലിരുന്ന് വരാനാണ് ഇത്രയും ബുദ്ധിമുട്ട്.
കേറി വാ. അമ്മു ദേ ആരൊക്കെയാ വന്നിരിക്കുന്നേ നോക്ക്. ആ വരണോ? അപ്പച്ചി. അമ്മൂട്ടിയെ നിന്റെ കുട്ടി അധികം മെലിഞ്ഞല്ലോ. അതെങ്ങനെ വരികയാതിരിക്കും? ഭക്ഷണം കഴിച്ച ഓട്ടമല്ലേ, അടങ്ങിയിരിക്കോ? മോൾക്ക് അപ്പച്ചി കുറെ മാങ്ങയും ചക്കയും അച്ചാറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്. കണ്ണേട്ടൻ വരണില്ലേ? ആ കേറി വാ. എല്ലാം മറഞ്ഞല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? ഈശ്വര, അയ്യോ. അതിനെ വൃത്തിയാക്കാം. രണ്ടും നോക്കി അടുക്കള കയറത്ത്. നീ എന്തിനാ അമ്മ ഇപ്പൊ ഇവിടെ? അത് എനിക്കിത്തിരി ഉപ്പും മുളകും വേണമായിരുന്നു. എവിടെ അതിന്റെ മണ്ടേര? എന്നോട് ചോദിക്കാറുന്നില്ലേ? വീട് നാത്തൂനെ, അവർക്ക് തെറ്റുപറ്റിയതല്ലേ, ഞാൻ വൃത്തിയാക്കാം. ഇല്ല, ഞാനുണ്ട്. അമ്മ മേലപ്പോ. അയ്യോ നാണക്കേട്. നിങ്ങൾ ഇങ്ങനെ ഇളിച്ചു നിന്നു. അവിടെ നിക്ക്. കണ്ടിട്ട് എന്തത്? ആരെങ്കിലും കാണും. എന്തേ കാത്തിരിക്കുന്ന ആർട്ട്? അത് അയ്യോ അനന്തേട്ടൻ. അമ്മു കണ്ണ, നിനക്കെന്റെ പെങ്ങളുടെ മേലെ കണ്ണുണ്ടോ? മേലെ കണ്ണൊന്നുമില്ല, പക്ഷെ വേറൊന്നുണ്ട്. പ്രേം ഉള്ളതാണോടാ. കാര്യം കുരുത്തം കെട്ടവളാണേലും പാവാണ്. നിനക്കെന്താ തോന്നുന്നേ? നിന്റെ കൂടെ 28 കൊല്ലത്തോളം നടക്കുന്നതല്ലേ ഞാൻ? അറിയില്ലടാ. പിന്നെ നീ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എടാ കുഞ്ഞിനെ തുടങ്ങിയതാ, അത് അവൾക്കും നല്ല രീതിക്കുണ്ട്. പിന്നെന്താ മുന്നോട്ട് നീങ്ങാത്തത്? അവൾ കോളേജ് ലാസ്റ്റ് ഇയർ അല്ലേ, ഒരു ജോലിയൊക്കെ അവൾക്ക് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ. അല്ലെങ്കിൽ ഒരു ആലോചനയെങ്കിലും വരട്ടെ. ആ അത് വരാൻ പോണില്ല. പുള്ളിക്കാരി കർക്കശമായിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ജോലി കിട്ടാതെ ഒരു ആലോചനയും കൊണ്ട് വരരുതെന്ന്. അച്ഛന്റെ പുന്നാര മോളായത് കൊണ്ട് സമ്മതിക്കുകയും ചെയ്തു. ഓ അങ്ങനെയാണല്ലേ. എടി ശാന്തി മാഡം പോയി. ഓ ഭാഗ്യം, അല്ലെങ്കിലേ അവർക്ക് ഞാനൊരു കണ്ണുകടിയായിരുന്നു. പകരം ഒരു സാറ് വരുമെന്നാ കേട്ടെ. വലിയ പ്രായത്രേ. ശരിക്കും? പക്ഷെ എനിക്കെന്നെ കണ്ടേട്ടാ മതി. ആദ്യമൊക്കെ നല്ല സംശയമായിരുന്നു, പക്ഷെ പിന്നീട് അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നെ എന്തോ എനിക്കൊരു തോന്നൽ കണ്ടിട്ട് എനിക്കുള്ളതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. എടി ഇത് നിന്റെ കണ്ണേട്ടനല്ലേ? ആ പുള്ളി എന്തെവിടെ? നിങ്ങളുടെ ശാന്തി ടീച്ചറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഈ ഇയർ എൻഡ് ആവുന്നത് വരെ ഞാനുണ്ടാവും. അപ്പോ പരിചയപ്പെട്ടാലോ, ഞാൻ ഗൂഗിൾ മാധവ്, ഞാൻ MSc എക്കണോമിക്സ് പാസ് ഔട്ട് ആണ്. ഇപ്പോൾ ചെന്നൈയിൽ PhD എടുക്കുന്നു. ഇത്ര വലിയ പഠിപ്പുള്ള ആളായിരുന്നോ? ചെറിയ തോതില്. അക്കണക്കിന് നിന്റെ ഏട്ടനൊക്കെ എന്തോ അടി. അയ്യ, വായ നോക്കുമ്പോ മോൾക്ക് വിചാരമൊന്നുമില്ലല്ലോ. എന്നാടി ആ നടുക്കുള്ള 2 പെൺകുട്ടികൾ സ്റ്റാൻഡ് മുത്തപ്പ പിടിച്ച്. ശിവനെ തീർന്നു. സംസാരിക്കാൻ മുട്ടി നിൽക്കാമെന്ന് തോന്നുന്നു. എന്നാ നിങ്ങൾ എന്തായാലും തുടങ്ങാം. പേര് പറയൂ. ഞാൻ യമുന ശിവദാസ്. ഇവിടെ അടുത്താണ് വീട്. ഒരു ഏട്ടനും ചേച്ചിയും പിന്നെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അടുത്തയാൾ എന്താ? ഇവൾക്ക് പേരില്ലേ? ഞാൻ ജാനകി ശ്രീധരൻ. യമുനയുടെ വീടിന്റെ ഇപ്പത്താണ് എന്റെ വീട്. വീട്ടിൽ അമ്മ, അച്ഛൻ, ഏട്ടൻ, മുത്തശ്ശി ഇവരൊക്കെയാണുള്ളത്. പിന്നെ ഇപ്പൊ എന്റെ അപ്പച്ചയും പിന്നെ എന്റെ കണ്ണേട്ടനും ഉണ്ട്. ഇരിക്കും. നിന്റെ നിൽപ്പ് കൊണ്ട് ഞാൻ വിചാരിച്ചു ബോധം കിടുന്നു. ഇത്രക്ക് നല്ലോണം പറയുന്ന വെച്ചില്ല. പുള്ളി ഒരു ചമ്മിയ നിൽപ്പുണ്ട്. എന്നെ ചമ്മിപ്പിക്കാൻ ആര് നോക്കിയല്ലോ, സാക്ഷാൽ മഹാദേവൻ വന്നാൽ പോലും ഞാൻ അവരെ തിരിച്ച് ചമ്മിപ്പിക്കും. നല്ലതാ അമ്മു. ഈ ക്ലാസ്സിലെ ലീഡർ ആരാ? ഞാനാ. ആ അമ്മു, നീ ഒന്ന് സ്റ്റാഫ് റൂമിൽ വരണേ. ശരി സർ. എടി എല്ലാരും എന്താടി എന്നെ ഇങ്ങോട്ട് നോക്കുന്നേ? ടീ അയാള് നിന്നെ അമ്മൂന്നാ വിളിച്ചേ. ഓ അമ്മൂന്നോ? അയ്യോ, വീട്ടില് വിളിക്കുന്നത് കേട്ട് ഇവിടുന്ന് ശീലായോ? നീ ചെല്ലെന്തായാലും. സാറേ. ആ അമ്മു. സാറേ, ജാനകി. ഓ ഓ സോറി.
ജാനകി, താൻ തന്റെ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് ഷീറ്റ് കൊണ്ടുവരണം. അത് ക്ലാസ് ടീച്ചറുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടായിരിക്കണം. ഓക്കെ സാർ. അല്ല സാറേ, ആ കുട്ടിയെ സാർ ആദ്യം വേറെ പേരാണല്ലോ വിളിച്ചേ. അവള് എന്റെ വീട്ടിലെ കുട്ടിയാ. മനുഷ്യനല്ല ടീച്ചറെ, ഇടക്കങ്ങ് മറന്നു പോകും. അമ്മു, നിന്റെ കണ്ണേറ്റെന്താ വേറെ ടീച്ചർമാരോട് ചൊല്ലിയിരിക്കുന്നുണ്ട്? അവരൊക്കെ ഒരുമിച്ച് പണിയെടുക്കുന്നതല്ലേടി, അതിന്റെ ആയിരിക്കും. ആ അതേ ലിസി ടീച്ചറെ കൈയൊക്കെ പിടിച്ചു കേട്ടോ. ഇനി കേറി കേറി എങ്ങോട്ട് പോവോ എന്തോ. നീ ഇവിടെ നിന്നേ. സാറേ, എന്താ എന്താ ജാനകി, ഇനി പ്രോബ്ലം? അറ്റൻഡൻസ് ഷീറ്റ് ഓക്കെ, അവിടെ വെച്ചോ. വരട്ടെ സാറേ. ആ സാറ് വിളി അത്രക്ക് ശരിയല്ലല്ലോ. അമ്മ കേറ്. യമുന ഒറ്റയ്ക്കോ? ആണോ യമുന? ഇല്ല സാർ, എന്റെ വീടിതാ ഇപ്പൊ എത്തും. നിങ്ങൾ പൊക്കോ. ദുഷ്ടി. ആ, അവള് പോയാലോ. ഇനി കേറ്. എന്തിനാ? കേറാനായിട്ടടി പറഞ്ഞു. ഇത് നമ്മുടെ പഴയ തറവാടല്ലേ? നമ്മളെന്താ ഇവിടേക്ക് വന്നേ? ഇവിടെ വാടി. കണ്ണേട്ടാ, ആരെങ്കിലും കാണും. ആരും വരാനും പോണില്ല, ആരും കാണാനും പോണില്ല. അയ്യോ കണ്ണേട്ടാ, അയ്യോ വഴക്ക് കേൾക്കും. അതിനുള്ളത് നിന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളൂ. വേണ്ട കേട്ടോ. അന്ന് കാത്തിരിക്കാൻ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പോയതല്ലേ നീ? ഞാനല്ലല്ലോ പോയെ, നിങ്ങളല്ലേ. എന്തായാലും ഞാൻ കാത്തിരുന്നു. ഇനി ഞാൻ എന്താ വേണ്ട? അതിന് നമ്മൾ തമ്മിൽ എന്താ കണ്ണേട്ടാ? നീ പറ, നിനക്ക് എന്താ തോന്നിയെന്ന്? അത് കണ്ണേട്ടാ, നിനക്ക് ഇനിയും പറയാറായില്ലേ? ഭാര്യയുടെ അമ്മൂലെന്താ ഒന്നാവില്ലേ? ഓ എന്നിട്ട് ലിസി ടീച്ചറുടെ കൈ പിടിക്കാനല്ലേ? എനിക്കെന്താ ഇഷ്ടപ്പെടുന്നില്ലേ? പറ, നിനക്കിഷ്ടല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ച ഇഷ്ടമല്ല. എന്നെയും അല്ല, ലിസി ടീച്ചർ തൊടുന്നത്. അപ്പൊ ബാക്കി ആർക്കും തൊടാന്നാണോ? അശ്ശോ, ഒരു പെണ്ണും തൊടണ്ട. കണ്ണേട്ടനെ ഈ ജാനകിയുടെ മാത്രം. എനിക്ക് തോന്നില്ല. ആഹാ, കാണിച്ചു തരാം. ഇതുപോലെ പറ. ഹലോ, വെക്കമായോ മിസ്റ്റർ? എടി കാന്താരി, നീ എന്നെ ഉമ്മ വെച്ചേടി? ആ വച്ചു, ഇനിയും വെക്കും. എന്തേ? ആ, എന്നാ ഞാനും വെക്കും. എന്താടി അമ്മക്കുട്ടി? ഇപ്പോഴും സംശയമാണ്. അങ്ങനെയല്ല. ഈ കണ്ണുനൊരു പെണ്ണിന് ഉമ്മ വെച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിലെ താലിയും കെട്ടി അവളുടെ കുട്ടികളുടെ അച്ഛനായി അടങ്ങും. അപ്പോ നീ ഇപ്പൊ എന്റെ പെണ്ണ. നെന്മാറമനേക്കൽ ഗോകുൽ മാധവന്റെ പെണ്ണായിരിക്കും ഇനി മുതൽ ജാനകി ശ്രീധരൻ. കേട്ടോ? കണ്ണേട്ടാ, എന്തൊരു അസൂയടി നിനക്ക്. അതിപ്പോ ബാക്കി പെമ്പിള്ള 2 ചെക്കനെ കുത്തിക്കൊണ്ടുപോയാ എനിക്ക് സഹിക്കും. അപ്പൊ എപ്പ എന്നെ പെണ്ണ് ചോദിക്കാം? അതിനൊരു സമയമുണ്ട്. ഇപ്പൊ നീ പഠിക്കാല്ലേ, അത് കഴിഞ്ഞ് നോക്കാം. ഇപ്പൊ പോവാം. അങ്ങനെ കോളേജ് കഴിഞ്ഞു അല്ലേടി? അതെ. ഇനിയിപ്പോ എന്താ നിനക്ക് പരിപാടി? ജോലി നോക്കണം. നിനക്കോ? വീട്ടുകാരെ ജോലിക്കൊക്കെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ കല്യാണം നടത്തുന്നും കൂടി പറഞ്ഞു. അയ്യോ, അപ്പോ ചേട്ടന് എനിക്ക് മതിയായോ? ഇല്ല, മതിയായില്ല. പക്ഷെ എനിക്ക് ആ യോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്റെ ഏട്ടൻ തന്നെ അറിയില്ലാലോ. പുള്ളിയാണെ കല്യാണം ഒന്നും നോക്കുന്നുമില്ല. ഞാൻ സംസാരിക്കണോ ഏട്ടനോട്? വേണ്ടടി, ഒരു കണക്കിന് അതൊരു ചെറിയ ഇഷ്ടം മാത്രമായിട്ടങ്ങ് നിക്കട്ടെ എന്ന് വെക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നമ്മളങ്ങനെ PG തീർത്തു. ഇനി ജോലിക്ക് നോക്കാം. അമ്മു, മോളെ. എന്താച്ചാ? മോളെ കോളേജ് കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? ജോലിക്ക് പോണം. എന്താച്ചാ? അതെ, മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നമുക്കെന്ന് പറഞ്ഞ? അങ്ങനെ പറഞ്ഞ എനിക്ക്, അമ്മയ്ക്ക്, അപ്പച്ചയ്ക്ക്, മുത്തശ്ശിക്ക്, നന്ദുവിന്. കണ്ണേട്ടന് ഇഷ്ടായോ? എന്താ
കണ്ണേട്ടിന് ഇഷ്ടായോന്ന്? ചോദിച്ചില്ല. അച്ഛ, നിങ്ങളതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കണ്ണേട്ടിന് ഇഷ്ടം ഒരുപാട്. ചെറുപ്പം തൊട്ടേ എന്റെ കൂടെയുള്ള ആളായതുകൊണ്ടായിരിക്കും. എനിക്ക് അവരെ മതി. എന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകും. കൗസു, എന്താട്ടാ? ഞാൻ എന്നേ പറഞ്ഞതല്ലേ ഇവൾക്ക് കണ്ണനോട് ചെറിയൊരു ഇതുണ്ടെന്ന്. കണ്ടോ, അവള് സത്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിലും തമ്പുരാട്ടിയുടെ വാതുറന്ന് കിട്ടിയില്ലോ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? നമുക്കത് പണ്ടേ അറിയാവുന്നതല്ലേ മോളെ. കേട്ടോ ശ്രീയെ, ഇവനോട് നേരത്തെ ഞാൻ ചോദിച്ചതാ ഇവളെ ഒന്ന് ചോദിച്ചാലോ എന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഇവൾക്കൊരാലോചന വരട്ടെ എന്നിട്ടാവാന്ന്. ഇവളെ പറ്റിച്ചു, ഇനി അവനെ പറ്റിക്കണല്ലോ. ഞാൻ കാര്യം അവതരിപ്പിച്ചപ്പോ ഇവളുടെ മുഖം കണ്ടായിരുന്നോ? ഇങ്ങനെയൊന്നും മനുഷ്യന്മാർ പറ്റിക്കരുത് കേട്ടോ. എന്താ അച്ഛാ ഇത്? മോളെ ക്ഷമിക്ക്, ഇതൊക്കെ ഒരു തമാശയല്ലേ. വേണ്ട കേട്ടോ. ഇടയ്ക്ക് നിന്റെ കുരുത്തക്കേടിന് ഈ ഡോസ് നല്ലതാ. അമ്മേ, എന്താ? എനിക്കൊരാളിഷ്ടം. ആര്? അത് അമ്മൂന്റെ കൂടെയുള്ള അവളില്ല കൂട്ടുകാരി. ആര്? യമുനയോ? പക്ഷെ അവളുടെ വീട്ടുകാരിപ്പോ കല്യാണമൊക്കെ നോക്കാം. അങ്ങനെയാണേ നമുക്ക് നാളെ തന്നെ അവളുടെ വീട്ടിൽ പോവാം അല്ലേ കരേച്ചി? ആടാ. അമ്മോ, നമ്മുടെ നമ്മുടെ കാര്യം വീട്ടുകാര് അംഗീകരിച്ചടി. എന്നിട്ടെന്താ? അച്ഛൻ പറ്റിച്ചോ? പറ്റിച്ചോന്നോ? പേടിച്ചുപോയി. അങ്ങ് ഇല്ലാണ്ട് എന്റെ പെണ്ണ് വേറൊരാളുടെ താലി ചാർത്താന്ന് പറഞ്ഞ എനിക്കാവില്ല. കണ്ണേട്ടക്കറിയാ? പിന്നെ പെട്ടെന്ന് ജീവൻ പോയതുപോലെ ആയിപ്പോയി. സാരില്ലാട്ടോ, കണ്ടില്ലേ? പക്ഷെ അമ്മ ജോലിയൊക്കെ ആയിട്ട് കല്യാണം മതിയെന്നല്ലേ നീ പറഞ്ഞേ? നമുക്ക് ഒരു നിശ്ചയം നടത്താലോ? സത്യം? സത്യം. കണ്ണേട്ട, എനിക്ക് ഗവൺമെന്റ് ജോലിക്കുള്ള ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്കായിട്ട് വേറൊരു കത്തും കിട്ടിയല്ലോ. നോക്കട്ടെ. എന്താ കണ്ണേട്ട? അത് അമ്മ, എനിക്ക് 11 മാസത്തേക്ക് അങ്ങ് ചെന്നൈയിൽ പോകണം എന്റെ PhD കാര്യത്തിനായിട്ട്. കല്യാണം 1.5 കൊല്ലം കഴിഞ്ഞല്ലേ? നിന്നെ വിട്ട് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. സാരില്ല, 11 മാസത്തേക്കല്ലേ? അമ്മു, അമ്മു, എന്താ ദിവസം എടുത്തി? അച്ഛനും ഞാനും മുത്തശ്ശിയും കൂടി കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോവാം. നിനക്ക് നാളെ ഇന്റർവ്യൂ, അതുകൊണ്ട് വരണ്ട. ആ ദിവസം എടുത്തി. നന്നായിട്ട് വരണില്ലേ? എനിക്ക് ദൂരെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അയ്യോ, ഞാൻ ഒറ്റക്കായി പോയില്ലേ? നീ അപ്പച്ചയെയും കണ്ണനെയും വിളിച്ചോ? ഓ ശരി. കാര്യം കഴിഞ്ഞല്ലോ, ഞാൻ നാത്തൂനോട് വിളിച്ച് പറഞ്ഞേക്കാം. അപ്പൊ ശരി അമ്മ, മോള് നല്ലോണം ഇന്റർവ്യൂ ചെയ്യട്ടോ. ശരി ദിവസം. ശരി. പോട്ടെ നാത്തൂനെ.
ആടി ചെല്ല്. ഞാൻ ഇറങ്ങട്ടെ അപ്പച്ചി, നമുക്ക് പോവാൻ കണ്ണേട്ടാ. മോള് നന്നായി വാ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഞാൻ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമോ കണ്ണേട്ടാ? എന്റെ പെണ്ണ് കഷ്ടപ്പെട്ടതല്ലേ, കിട്ടും. മോളെ അമ്മൂട്ടി, ആ അപ്പച്ചി, ഞാൻ കിടക്കുവാട്ടോ. ആ കിടന്നോളൂ. കണ്ണേട്ടാ, അപ്പച്ചി. അമ്മ ഇറങ്ങി, നിങ്ങൾ വന്നേ. ഞാൻ അടുത്ത ആഴ്ച പോകും. എന്നെ മര്യാദയ്ക്കൊന്ന് കാണാൻ പോലും പറ്റൊന്നും തോന്നുന്നില്ല. ലീവ് കിട്ടുമെന്ന് എന്റെ സംശയം. പോകുന്നതിന് മുന്നേ അവസാനമായിട്ട് ചോദിക്കാം, എനിക്ക് നിന്നെ വേണം, എല്ലാം കൊണ്ടും, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. പക്ഷെ അതിന് എനിക്ക് നിന്റെ അനുവാദം വേണം. അത് അപ്പച്ചി. അമ്മ ഉറങ്ങിയ പിന്നെ ഭൂമി കൊടുക്കാൻ വന്നാ പോലും അറിയാൻ പോണില്ല. ജാനകി, നിന്നെ ഞാൻ സ്വന്താക്കിക്കോട്ടെ എന്നേക്കുമായി. നിനക്ക് സമ്മതാണോ? സമ്മതം. കല്യാണം കഴിഞ്ഞാ നമുക്ക് ഇവിടെ നിന്ന് മാറാം. എന്നിട്ട് നമുക്ക് ടൗണിൽ വീട് വെക്കാം. അത് വേണോ കണ്ണേട്ടാ? നമുക്ക് നാടും വീടൊക്കെ പോരെ. അത് നമുക്ക് പിന്നീട് മനസ്സിലാവും അമ്മ. എന്നാലും എന്താ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാന്നേ. ശരിയാ, കുറെ ബാധ്യതകളുണ്ട്, അതൊന്ന് തീർക്കണം. കണ്ണേട്ടാ, എന്താണ് പെണ്ണെ? എന്നെ ഇഷ്ടാണ്. ഇതൊക്കെ എന്താന്ന് വെച്ചാ പെണ്ണെ, ഞാനും. എനിക്ക് നിന്നെ ഉപ്പോടെ ഇഷ്ടം. ഉപ്പോ? ഉപ്പില്ലാതെ ഒരു വിഭവത്തിനും പൊതുവെ രുചി ഉണ്ടാവാറില്ല. എന്തിന്, പായസത്തിന് പോലും ഇത്തിരി ഉപ്പിട്ടാലേ ശരിയാവത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് നീ ഉപ്പ് പോലെ. ഉപ്പിരുന്ന വെള്ളം കുടിക്കുന്നു. അത് ഞാൻ കുറെ കുടിച്ചല്ലോ. അമ്മ പോവാട്ടോ. സൂക്ഷിച്ചു പോണേ. கோகுல், ஆமா, ஊர்ல இருந்து ஒரு கடிதம் வந்திருக்கு. நான் வரேன். അമ്മയുടെ കത്താണല്ലോ. കണ്ണേട്ടാ, ഞാൻ എഴുതണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അത്യാവശ്യമായിപ്പോയി. കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം. കണ്ണേട്ടനെ കാത്ത് ഒരാള് വരുന്നുണ്ട്. അയാളെ കണ്ണേട്ടൻ തന്നെ ആദ്യം കാണണം. ഈ കത്ത് കിട്ടിയപാട് പെട്ടിയും കിടക്കി എടുത്ത് കണ്ണേട്ടൻ കയറിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. വന്നില്ലെങ്കിൽ ഈ അമ്മ ഏട്ടനോട് മിണ്ടില്ല. കണ്ണേട്ടൻ കാണാൻ എനിക്ക് ഓർമ്മയാവുന്നുണ്ട്. അല്ലാതെ ഒറ്റപ്പെട്ട പോലെ കണ്ണേട്ടാ. പക്ഷെ കൂടെ ഒരാൾ കുറച്ച് കഴിഞ്ഞ് വരുമല്ലോ എന്നോർത്തൊരാശ്വാസം. പിന്നെ നന്ദേട്ടന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു. ആരെയും വിളിച്ചില്ല. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ചടങ്ങായി അങ്ങ് നടത്തി. ഇപ്പോ ഞാൻ ഏട്ടനെ കാത്തുക്ക. വരണേ കണ്ണേട്ടാ എന്ന് അമ്മൂട്ടി. എന്തിനാ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? മോളെ,
அம்மா இங்க யாராவது இருக்கீங்களா? அட்டா கடவுளே, என்னடா இது? என்ன நீ ரத்தத்துல குளிச்சிருக்க? கொஞ்சம் தண்ணி கிடைக்குமா? ஆமா, என்னாச்சு? அது வந்து கடவுளே, நீ வா, ஹாஸ்பிட்டல் போகலாம். வேணாம், அது ஒண்ணுமே வேணாம். என்னோட பர்ஸ் காணாம போச்சு. அதனால எனக்கு கொஞ்சம் காசு தேவைப்படுது ஊருக்கு போகிறதுக்கு. எனக்கு ஹாஸ்பிட்டல்ல போக வேணாம். உன்னை இந்த நிலைமையில என்னால அனுப்ப முடியாது. ஒரு வாரம் இங்க இருந்துக்கு, அப்புறமா போங்க. எனக்கு நீ குணப்பட்டு வரணும் என்று இருக்கு. நீங்க அந்த நாள் என்னை காப்பாத்தது எனக்கு நான் உங்கள்கிட்ட ரொம்பவே கடமைப்பட்டிருக்கேன். நான் அப்படியாவது அது திருப்பி தருவேன். இந்த ஒரு வாரம் உங்களை தொல்லை பண்ணதுக்கு என்னை மன்னிச்சிடுங்க. கவலைப்படாத, நீ சீக்கிரமா போ, இல்லைன்னா ട്രെയിൻ മിസ് பண்ணிட. വരട്ടുമോ? ഇത്രയൊക്കെ സംഭവിച്ചു. അക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ജീവനോടെ ഞാൻ ഇരിക്കുമായിരുന്നില്ല. എന്റെ അമ്മ അവൾ പേടിച്ചു പോയി കാണും ഞാൻ എത്താത്തതിന്. അമ്മേ, അമ്മേ, കണ്ണ കണ്ണ മോനെ. അമ്മേ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? മോനെ, അത് കണ്ണ, നീ എന്താ എന്താ അമ്മ ഇവിടെ? മോനെ, നീ എന്താ? അപ്പച്ചി ഉള്ളിപ്പോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അനന്ത, എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ കഴിഞ്ഞ ആഴ്ച ട്രെയിനിൽ വന്നപ്പോ ആക്സിഡന്റ് ആയിരുന്നു. ആയി, പക്ഷെ എനിക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഓടി അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരാഴ്ചയോളം പാർത്തു. എന്റെ പേഴ്സ് കാണാതെ പോയത് കൊണ്ട് വണ്ടിയുടെ കാശടക്കം അവൻ എനിക്ക് തന്നത്. എന്താ? കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ ആക്സിഡന്റിന് ശേഷം നിന്റെ ബോഡിയാന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇവിടെ വന്നു. അവർക്ക് നിന്റെ പേഴ്സ് അയാളുടെ അടുത്തുനിന്ന് കിട്ടി. അയാളുടെ മുഖം വികൃതായിരുന്നു. നിന്റെ വലത്തെ കയ്യിലുള്ള മറുകും അയാൾക്കുണ്ടായിരുന്നു. അവര് നീ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. എന്തർത്ഥത്തില ആരുടെയോ കയ്യിൽ എന്റെ പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊന്ന് മരിച്ചു എന്നായോ? ഈശ്വര, എന്റെ അമ്മ അവളാകെ തളർന്നിട്ടുണ്ടാവും. അവളെവിടെ? അത് കണ്ണ. എന്താന്ന് പറ. അവള് പോയിന്നോ? തമാശ എടുത്തല്ലേ അനന്ത? കൂടുന്നുണ്ട്. എന്റെ പെണ്ണ് ഇവിടെ പോവാനാ? എനിക്ക് അവൾ ഇപ്പൊ കാണും. ഇപ്പൊ അവിടെ ഉണ്ട്, ആ തെക്കേ പറമ്പിൽ അവൾ കത്തിക്കൊണ്ടിരിക്കും. അമ്മോ കണ്ണ, അത് തീയാ കണ്ണ. വീടടാ എന്റെ കുട്ടി, എന്റെ അമ്മ. നീ പോയത് സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ അവൾ പോയ നീവ അവിടെ എവിടെ നിന്നെ എല്ലാരും കാത്തിരിക്കുന്നുണ്ട്.
മോള. എല്ലാം പെട്ടെന്നായിരുന്നു. അവൾ കല്യാണത്തിന് മുന്നേ ഗർഭിണിയായെന്ന് അറിഞ്ഞപാട് ഞാൻ എന്റെ പേരില് കല്യാണം നടത്തി. അങ്ങനെയാണ് നാട്ടുകാർ മുടക്കില്ലല്ലോ. അവള് 6 മാസം നമ്മുടെ അടുത്തൊന്നും മറച്ചു വെച്ചു. നമ്മുടെ കല്യാണം നടത്തിയേ പറ്റുമെന്ന് അവള് നിർബന്ധം പിടിച്ചു. അതിന് നമ്മൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇതായിരിക്കും കാരണം അറിയില്ലായിരുന്നു. 6 മാസമായപ്പോഴേക്കും അവളുടെ വയറ് കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലായി അവൾ ഗർഭിണിയാന്ന്. അവള് പിന്നീട് കണ്ണെന്നെ കാണാൻ വളരെ കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കണ്ണെന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് കണ്ണിട്ട് മേൽ വിളിക്കാൻ കൊടുക്കാന്നും പറഞ്ഞ് അവൾ കത്തിയെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അവൾ അവസാനിട്ട് പോകുന്നതിന്റെ തലേന്ന് പോലും കത്തെഴുതിയായിരുന്നു. എന്നിട്ട് അവൾ പോയി കത്തികൾ കുഞ്ഞിനെ നിന്ന് എടുത്തോട്ടെ. അനിക ഗോകുൽ. ഇതൊന്നും കാണാറില്ലല്ലോ. അമ്മു, അനന്ത മോളെ പിടിച്ചേ. അമ്മു, അമ്മു. ഞാനത് മണ്ടിയല്ലേ കണ്ണിട്ട് പോയി എന്നറിഞ്ഞ പാട് എനിക്ക് സഹിച്ചില്ല. അത് ഒരാളുടെ കാര്യം പോലും ഞാൻ ഒത്തത്തില്ല. എങ്ങനെയെങ്കിലും കണ്ണിട്ടിന്റെ അടുത്തെത്താൻ നോക്കിയത്. ഒരുപക്ഷെ ദിവസം കൂടി കാത്തിരുന്നേലും എനിക്ക് കണ്ണിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നല്ലേ. അമ്മു, എന്റെ അടുത്ത് ചുണ്ട് അന്നതെന്താ എന്റെ മോളെ കുറിച്ച് പോലും ഞാൻ ആലോചിച്ചില്ല. കണ്ടിട്ട് ഇവിടെ ഞാൻ എന്തായാലും എന്താ നമ്മുടെ മോളെ എവിടെയില്ലേ അവളെ നോക്കണം കേട്ടോ. അവൾക്ക് അമ്മയില്ലാത്ത കുറവ് കണ്ടിട്ട് നികത്തുന്നു എനിക്കറിയാം. അബദ്ധത്തിൽ ഞാൻ പോലും എന്നെ അടുത്ത് വിഷമിക്കണ്ട കേട്ടോ. ആ മോളുടെ മുഖത്ത് നോക്കി എല്ലാ വിഷമവും മാറും. മോള് കരച്ചിലും നിർത്തണില്ലല്ലോ. എനിക്ക് താച്ച. അമ്പടി കുറുമ്പി ഓടി മടുത്തു കാണില്ലയോ. എന്റെ അമ്മയുടെ അതേ കുറുമ്പ് കിട്ടിയിട്ടുണ്ട്. നിന്നെ പോലെ ഒരു സ്ഥലത്ത് നിക്കില്ല, ഓടിച്ചാടി കളിക്കും. അമ്മു, നീ ഒന്ന് വലുതായ നിന്റെ കുടുത്തക്കേട് സഹിക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എനിക്കിതാ ഈ കുട്ടിക്കുറുമ്പിയെ തന്നു. നാളപ്പുറം ചെല്ല. അമ്മു, നീ പോയിട്ട് 7 കൊല്ലായി. വല്ലാണ്ട് കാണാൻ കൊതിയാവുന്നുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ കയ്യിൽ കിട്ടിയിരുന്നേര് ഒരു നല്ല നുള്ളു വെച്ച്. പക്ഷെ സുഖമായിരിക്കാമോ? നിന്റെ ഇതേ ശരിയാ മോൾക്ക് കിട്ടിയ. അത് മായാതിരിക്കട്ടെ അല്ലേ. എനിക്കതിലേ ചെയ്യാൻ പറ്റുള്ളൂ.
അമ്മു